എന്താണ് പബ്ലിക്? ക്ലോസ്ഡ് ആയ എക്സ്ക്ലൂസീവായ ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവർക്കുമായി തുറന്നിട്ടിട്ടുള്ള ഓപ്പണായിട്ടുള്ള ഇടങ്ങളെയാണ് നമ്മൾ പൊതു എന്നുള്ള വാക്കുപയോഗിച്ച് അല്ലെങ്കിൽ പബ്ലിക് എന്ന് വിളിക്കാറുള്ളത്. ചുരുങ്ങിയ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പബ്ലിക് എന്നത് ഭരണകൂടവുമായിട്ട്, സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്റ്റേറ്റ് പബ്ലിക് അതോറിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നത് നമുക്ക് കാണാം. പബ്ലിക് സ്ഫിയറിനെ കുറിച്ചുള്ള ചർച്ച സജീവമാക്കിയ ചിന്തകൻ നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ജർഗൻ ഹേബർമാസ് ആണ്. അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് ആധുനിക കാലഘട്ടത്തിലെ ബൂർഷ്വാസി പബ്ലിക് സ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിമർശനത്തിന് അതീതമൊന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ച് ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സോഷ്യൽ മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിരുന്നില്ല എന്നുള്ള ക്രിട്ടീക്കുകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് അദ്ദേഹം ഡിജിറ്റൽ മീഡിയയെ പബ്ലിക് സ്ഫിയറിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം, ഈ പബ്ലിക് സ്ഫിയറിനെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകം എഴുതിയ കാലഘട്ടത്തിൻ്റെ ലിമിറ്റേഷൻ ആയിരുന്നു. 1960കളുടെ ലിമിറ്റേഷൻ ആയിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ ഒന്നും നടക്കാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിജിറ്റൽ മീഡിയയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 2022 അദ്ദേഹം എ ന്യൂ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ പബ്ലിക് സ്ഫിയർ ആൻഡ് ഡെലിബറേറ്റീവ് പൊളിറ്റിക്സ് എന്ന പുസ്തകം രചിക്കുന്നത്. പബ്ലിക് സ്ഫിയർ എന്ന ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ പലപ്പോഴും ഭരണകൂട അധികാര പ്രയോഗത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പായി ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, നവ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഭരണകൂടങ്ങൾ പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൊതുബോധം നിർമ്മിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനായി ചരിത്രത്തെ വക്രീകരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പരിക്കേൽക്കുന്നത് ചരിത്രം എന്ന വൈജ്ഞാനിക ശാഖയ്ക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുബോധത്തെ നിർമ്മിക്കാനായി ഭരണകൂടങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം പോപ്പുലർ കൾച്ചറിനെ സ്വാധീനിക്കുക എന്ന ഒരു കാര്യമാണ്. ജർമ്മനിയിലെ നാസികളും ഇറ്റലിയിലെ ഫാഷിസ്റ്റുകളും പോപ്പുലർ കൾച്ചറിനെ സ്വാധീനിക്കാൻ ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. 1930കളിൽ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന ഉടനെ നാസി പാർട്ടി ഇതിനായി പല നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ജോസഫ് ഗീബൽസിന്റെ നേതൃത്വത്തിൽ റൈഷ് ചേംബർ ഓഫ് കൾച്ചർ എന്ന ഗവൺമെന്റ് ഏജൻസി തന്നെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ജർമ്മനിയിലെ മുഴുവൻ സാംസ്കാരിക ജീവിതങ്ങളെയും വ്യക്തമായി നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ഈ ഗവൺമെന്റ് ഏജൻസിയുടെ ലക്ഷ്യം. ഈ ഏജൻസി വിമർശകരുടെയും ജൂത എഴുത്തുകാരുടെയും കൃതികളെ കത്തിച്ചു കളയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിനിമ, സംഗീതം, നാടകം, പ്രസ്, സാഹിത്യം, ഫൈൻ ആർട്സ്, റേഡിയോ തുടങ്ങിയ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇറ്റലിയിലാകട്ടെ ഫാഷിസ്റ്റുകൾ നാടക നിർമ്മാണങ്ങൾക്ക് ധനസഹായം നൽകുന്നുണ്ട്. ഫാഷിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നാടകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടിക്കറ്റിൻ്റെ വില കുറയ്ക്കുന്നുണ്ട്. തിയേറ്ററുകൾക്ക് സബ്സിഡി വരെ അവർ നൽകുന്നുണ്ട്. ഫാഷിസ്റ്റുകൾ അവർ അംഗീകരിച്ചിരുന്ന സിനിമകളുടെ നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫാഷിസ്റ്റ് ഇറ്റലിയിലും നാസി ജർമ്മനിയിലും നടന്നിരുന്ന കാര്യങ്ങൾ സമകാലീന ഇന്ത്യയിലും ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാം. എങ്ങനെയാണ് പോപ്പുലർ കൾച്ചർ ചരിത്രത്തെ വളച്ചൊടിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്? എങ്ങനെയാണ് പോപ്പുലർ കൾച്ചർ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്? എങ്ങനെയാണ് കറപ്റ്റഡായ ഒരു പൊതുബോധം നിർമ്മിക്കപ്പെടുന്നത്? ഇതേക്കുറിച്ച് കുനാൽ പുരോഹിത് തൻ്റെ എച്ച് പോപ്പ് ദ സീക്രട്ടീവ് വേൾഡ് ഓഫ് ഹിന്ദുത്വ പോപ്പ് സ്റ്റാർസ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഹിന്ദുത്വ ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മീഡിയം
പബ്ലിഷിംഗ് ഹൗസുകളാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു പബ്ലിഷിംഗ് ഹൗസാണ് ഖരഗ്പൂർ ആസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഗീത പ്രസ്. 1923 2 മാർവാടി ബിസിനസ്സുകാരാണ് ഈ ഗീത പ്രസ് ആരംഭിക്കുന്നത്. ഹിന്ദു മത പുസ്തകങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസാധകരാണ് ഈ ഗീത പ്രസ്. ഇത് ഇംഗ്ലീഷിലും 14 പ്രാദേശിക ഭാഷകളിലും പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് ഈ അവരുടെ പുസ്തകങ്ങൾ. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദു മഹാസഭ, RSS തുടങ്ങിയ സംഘടനകളുമായി ഗീത പ്രസ്സിന് വളരെ വ്യക്തമായിട്ടുള്ള ബന്ധം തുടക്ക കാലഘട്ടം തൊട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗീത പ്രസ് പ്രസിദ്ധീകരണങ്ങൾ ഈ സംഘടനകൾക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള വേദികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഹിന്ദുത്വവാദികൾ ഏറ്റെടുക്കുന്ന വർഗീയ വിഷയങ്ങളിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താൻ ഗീത പ്രസ് പ്രസിദ്ധീകരണങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗീത പ്രസ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ഹിന്ദു ഇന്ത്യ എന്ന തൻ്റെ പുസ്തകത്തിൽ എഴുത്തുകാരനായിട്ടുള്ള അക്ഷയ് മുകുൾ പറയുന്നത്, ഹിന്ദുത്വ വർഗീയ ആശയങ്ങളുടെ പ്രചുര പ്രചാരത്തിന് അതിൻ്റെ പിന്നിൽ ഗീത പ്രസ് പോലെയുള്ള കാലാൾപ്പടകൾക്ക് വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്, പങ്കുണ്ട് എന്നാണ്. ഹിന്ദുത്വവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരു പ്രസിദ്ധീകരണ സ്ഥാപനമാണ് കബോധ് എന്ന പേരിലുള്ളൊരു പ്രസിദ്ധീകരണ സ്ഥാപനം. സന്ദീപ് ദയോ എന്ന പ്രസാധകനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇയാൾ ഒരു യൂട്യൂബർ കൂടിയാണ്. ഇയാൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരുപാട് വിറ്റുപോകുന്ന പുസ്തകങ്ങൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് എന്നറിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഞെട്ടാൻ സാധ്യതയുണ്ട്. ഒരു ടോപ്പിക്ക് മതപരിവർത്തനത്തിനെതിരെയുള്ള പുസ്തകങ്ങളാണ്. മറ്റൊന്ന് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചതിനെ ന്യായീകരിക്കുന്ന പുസ്തകങ്ങളാണ്. വേറൊന്ന് മുസ്ലിം ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി ചെറുത്തു നിന്ന ഹിന്ദു രാജാക്കന്മാരുടെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളാണ്. നെഹ്റുവിനെയും ഗാന്ധിയെയും വിമർശിക്കുന്ന പുസ്തകങ്ങളാണ്. ഗോൾവാൾക്കറിനെ പോലെയുള്ള വർഗീയവാദികളെ പ്രകീർത്തിക്കുന്ന പുസ്തകങ്ങളാണ്. ഗുജറാത്ത് കലാപത്തെ ന്യായീകരിക്കുന്ന പുസ്തകങ്ങളാണ്. യോഗി ആദിത്യനാഥിനെയും ബാബ രാംദേവിനെയും കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഈ പബ്ലിഷിംഗ് ഹൗസ് വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗീത പ്രസ് പോലെയുള്ള, കബോധ് പോലെയുള്ള 100 കണക്കിന് പബ്ലിഷിംഗ് ഹൗസുകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന വസ്തുത നിലവിലെ സാഹചര്യത്തെ കൂടുതൽ ഭീകരമാക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് കവിതകളും മുദ്രാവാക്യങ്ങളും വ്യക്തമായി തന്നെ ചരിത്രത്തെ വക്രീകരിക്കാനും വെറുപ്പ് പ്രചരിപ്പിക്കാനും അതുവഴി പൊതുബോധത്തെ നിർമ്മിക്കാനും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അവ യൂട്യൂബ് പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. 1980-കളിൽ ആരംഭിച്ച രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ ഹിന്ദു വലതുപക്ഷം വെറുപ്പുൽപാദിപ്പിക്കുന്ന കാവ്യാത്മക മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിൽ കുപ്രസിദ്ധമായിട്ടുള്ള മുദ്രാവാക്യം നമുക്കറിയാം. അത് ഇങ്ങനെയാണ്: രാം ലല്ല ഹം ആയേങ്കെ മന്ദിർ വഹി ബനായേങ്കെ. 1986-ലെ ഒരു റാലിയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ഈ മുദ്രാവാക്യം പിന്നീട് പ്രചാരം നേടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് സമാനമായ നിരവധി മുദ്രാവാക്യങ്ങൾക്കും ഗാനങ്ങൾക്കും പ്രചോദനം നൽകിയിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം. ഹിന്ദുത്വ വർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ഹിന്ദുത്വ പോപ്പ് താരമാണ് കവി സിംഗ്. അവരൊരു കവിയാണ്, ഒരു യൂട്യൂബർ കൂടിയാണ്. രാജ്യമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് യൂട്യൂബിൽ ഇവരുടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പാട്ടുകൾ കേൾക്കുകയും ഇവരുടെ വീഡിയോകൾക്ക് ലൈക്കുകൾ നൽകുകയും ചെയ്യുന്നത്. ഇവരുടെ ഒരു കവിതാശകലം ഇങ്ങനെയാണ്: അഗർ ചുവാ മന്ദിർ തോ തുഛേ ദിഖാ ദേംഗെ, തുച്ച്കോ തേരി ഓക്കാദ് ബതാ ദേംഗെ, ഡോണ്ട് യു ഡെയർ ടു ടച്ച് ദ ടെമ്പിൾ ഓർ എൽസ് വി വിൽ ഷോ യു യുവർ പ്ലേസ്. നിങ്ങൾ ഞങ്ങളുടെ അമ്പലങ്ങളിൽ തൊടാനായിട്ടുള്ള ധൈര്യം കാണിച്ചാൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാരോടാ പറയുന്നത്? മുസ്ലിങ്ങളോടാണ് പറയുന്നത്. ഈ സ്ഥലം ഏതാണ്? കാണിച്ചു തരുന്ന സ്ഥലം എന്താണ്? കല്ലറയം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ തട്ടിക്കളയും എന്നാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നത്. യൂട്യൂബിൽ ഇതിൽ രസകരമായതെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഭീകരമായിട്ടുള്ളൊരു കാര്യം യൂട്യൂബ് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ രാമനവമി ഘോഷയാത്രയിൽ
ഈ ഗാനം ആലപിക്കുന്നത് കാണിക്കുന്ന ഡസൻ കണക്കിന് വീഡിയോകളുണ്ട്. നിങ്ങൾ ആരും അത് ചെക്ക് ചെയ്യരുത് കേട്ടോ, കാരണം അവർക്ക് എക്സ്ട്രാ നമ്മളായിട്ട് അവർക്ക് വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ പലതും, ഈ വീഡിയോകളിൽ പലതും ഈ പാട്ട് പാടപ്പെടുന്നത് മുസ്ലിം പള്ളികൾക്ക് മുന്നിൽ വെച്ചാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വർഗീയ ഉറുപ്പ് പ്രചരിപ്പിക്കുന്ന മറ്റൊരു പോപ്പ് താരമാണ് കമൽ ആഗ്നേ. അയാൾ തൻ്റെ കവിതയിലൂടെ ഗാന്ധി വധത്തിൻ്റെ നിമിഷം പുനഃസൃഷ്ടിക്കുന്നത് അതിങ്ങനെയാണ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ആ ദിവസം നാഥുവിൻ്റെ കോപം അവൻ്റെ നിയന്ത്രണത്തിനപ്പുറമായിരുന്നു. ഗാന്ധിക്ക് പ്രണാമം അർപ്പിക്കാൻ അദ്ദേഹം പ്രാർത്ഥനാ സഭയിലേക്ക് പോയി. ഗാന്ധിക്ക് നേരെ ശക്തമായി നിറയൊഴിച്ചു. അങ്ങനെ അവസാന നിമിഷത്തിലെങ്കിലും ഗാന്ധിക്ക് ശ്രീരാമനെ ഓർമ്മ വന്നു. ഏസി ഗോലി മാരി ഉൻകോക്കി യാദ് ആഗയെ ശ്രീറാം. ഹേറാം എന്ന ഗാന്ധിയുടെ അവസാനത്തെ വാക്കുകളെ വരെ ഇയാൾ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. JNUവിനെ കുറിച്ച് ഇയാളുടെ കവിത, മറ്റൊരു കവിതയുണ്ട്, അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദേശദ്രോഹിക്ക് ഡിഗ്രി ലേനെ ആയേ ഹേ JNU മേ. രാജ്യദ്രോഹത്തിൽ ബിരുദം നേടാനായി അവർ JNUവിൽ വന്നു. മോദിജി, അങ്ങ് രാജ്യത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ മറന്നു പോകരുത്. അഫ്സൽ ഗുരുവിൻ്റെ ഈ അവിഹിത സന്തതികളെ ഒരു പാഠം പഠിപ്പിക്കുക എന്നാണ് ഇയാൾ മറ്റൊരു കവിതയിൽ പറയുന്നത്. ഇയാളുടെ കവിതാ പാരായണത്തിന് ശേഷം പ്രേക്ഷകർ ആവേശഭരിതരായിട്ട് കൈയടിക്കുന്നതും ആർപ്പ് വിളിക്കുന്നതും കരഘോഷം മുഴക്കുന്നതും നമുക്ക് യൂട്യൂബ് വീഡിയോകളിൽ കാണാം. ആളുകൾ ഇയാളുടെ കഴുത്തിൽ പൂമാല അണിയിക്കുന്നത് നമുക്ക് കാണാം. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം അന്തരീക്ഷത്തെ മുഖരിതമാക്കുന്നതും നമുക്ക് കേൾക്കാം. കവി സിംഗിനെ പോലെയുള്ള, കമൽ ആഗ്നയെ പോലെയുള്ള ആയിരക്കണക്കിന് യൂട്യൂബേഴ്സ് നമ്മുടെ രാജ്യത്ത് തുടർച്ചയായി വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന, ചരിത്രത്തിൽ ഗവേഷണം ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളത് പോലെ തന്നെ ബാജിറാവു മസ്താനി പോലെയുള്ള സിനിമകളിലൂടെ, പാനിപ്പത്ത്, താനാജി, ഛാവ തുടങ്ങിയ സിനിമകളിലൂടെ വക്രീകരിക്കപ്പെട്ട ചരിത്രം പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് നമുക്ക് വളരെ വിസിബിളായിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്. കാശ്മീർ ഫയൽസ്, കേരള ഫയൽസ്, തേജോ മഹാലയ, റിലീസാകാൻ പോകുന്ന ബംഗാൾ ഫയൽസ് എന്നീ സിനിമകളിലൂടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് കാണാം. പാർട്ടീഷൻ ഹൊറർ ഡേ ആചരിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് NCERT ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രം തീമാക്കി പുറത്തിറങ്ങിയ സമീപകാല ഹിന്ദി ബ്ലോക്ക് ബസ്റ്റർ സിനിമ പോലെയാണ് ഈ അടുത്ത് റിവൈസ് ചെയ്തിട്ടുള്ള NCERTയിലെ 8ാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകം. അതായത് ഒരു വശത്ത് ഒരു മുസ്ലിം വില്ലൻ, മറുവശത്ത് ഒരു മറാത്ത രക്ഷകൻ. ഇതിൽ ഒരു കാര്യം പറയും, ഇതിൽ വിവരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് ഇതാണ്. ഒരു മുഗൾ പ്രഭുവായിരുന്ന ഷൈസ്ത ഖാൻ്റെ സൈന്യത്തെ ശിവജി പരാജയപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ, അതായത് NCERTയിലെ 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആലോചിക്കാം. വലിയ ചരിത്ര പ്രാധാന്യം ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് രചയിതാക്കൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ശിവജിയുടെ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ്. പിന്നീട് സർജിക്കൽ സ്ട്രൈക്ക് എന്താണ് എന്ന് വിവരിക്കുന്നുണ്ട്. അത് ഒരു കോളത്തിൽ സൈസ് വാട്ട് ഇസ് സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളത് വിവരിക്കുകയാണ്. അതിങ്ങനെയാണ്: എ മിലിറ്ററി അറ്റാക്ക് intended to damage only a specific target with no or minimal damage to other people or infrastructure. ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന പദം സമീപകാലത്ത് എവിടെ നിന്ന് വന്നു, ആരുപയോഗിച്ചു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ചുരുക്കത്തിൽ പാഠപുസ്തകം നിലവിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയവും ആചാരപരവുമായിട്ടുള്ള സാങ്ഷൻ നൽകാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണാം. മറ്റൊരു കാര്യം മുഗൾ ചക്രവർത്തിയായിട്ടുള്ള അക്ബറിനെ കുറിച്ചുള്ള വിവരണമാണ്. അക്ബറിൻ്റെ മതനയത്തിനോ രാജ്പുത് നയത്തിനോ ടെക്സ്റ്റ് ബുക്കുകളിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. മറിച്ച് അദ്ദേഹത്തെ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിറ്റോർ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരണം അത് ഇങ്ങനെയാണ്:
ഈ ആക്രമണത്തിൽ അക്ബർ 30,000-ഓളം സിവിലിയൻസിനെ കൂട്ടക്കൊല ചെയ്യാനായിട്ട് ഓർഡർ കൊടുത്തു എന്നുള്ളതാണ്. മറ്റൊന്ന്, 100 കണക്കിന് സ്ത്രീകളെ ജൗഹർ എന്ന ആചാരമനുഷ്ഠിക്കാൻ തീയിലേക്ക് തള്ളിവിട്ടു എന്നുള്ള ചരിത്ര വിരുദ്ധത ഈ ടെക്സ്റ്റ് ബുക്കുകൾ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത്. 8ാം ക്ലാസ്സിലെ പിള്ളേരെ ഇത് പഠിപ്പിക്കുന്നത് കേട്ടോ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്യാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ളത് ഈ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ആളായിരുന്നു, കാരണം കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നന്നായി. പക്ഷെ ഇദ്ദേഹത്തെ എന്താണ് ഇദ്ദേഹത്തെ ഇത്രയും ക്രൂരനായ ഭരണാധികാരിയാക്കുന്നത്? പച്ചയ്ക്ക് എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കൊന്ന് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എൻ സി ആർ ടിയുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടും, 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുന്ന കുട്ടികളെ സ്വാഗതം ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? അത് വക്രീകരിക്കപ്പെട്ട ചരിത്രത്തെ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയും സിനിമകളും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമാണ്. ചുരുക്കത്തിൽ തലമുറകളെ തന്നെ കറപ്റ്റ് ചെയ്യുന്ന പ്രൊപ്പഗാൻഡ ഗവൺമെൻറ് നയമായിട്ട് തന്നെ നടപ്പിലാക്കപ്പെടുന്നത് നമുക്കിവിടെ കാണാം. ചുരുക്കത്തിൽ ചരിത്രം വക്രീകരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാം. ചരിത്രം ആയുധവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതും നമുക്ക് വ്യക്തമായിട്ട് കാണാം. പൊതുജനങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ആധുനിക ശാസ്ത്രവും വ്യോമയാന ശാസ്ത്രവും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു എന്ന അസംബന്ധങ്ങൾ ഔദ്യോഗിക പ്രസ്താവനകളായിട്ട് വരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൊളോണിയൽ ചരിത്ര കാലഗണനയെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രാചീന കാലഘട്ടത്തെ ഹിന്ദുത്വവാദികൾ കാണുന്നത് മഹത്തായ ഹിന്ദു സുവർണ കാലഘട്ടമായിട്ടാണ്. മധ്യകാലഘട്ടത്തെയാകട്ടെ ഹിന്ദുക്കളെ മുസ്ലിം ഭരണാധികാരികൾ അടിച്ചമർത്തുന്ന കാലഘട്ടമായി. ഇന്ത്യ ഫാക്ട്സ് പോലെയുള്ള വെബ്സൈറ്റുകൾ മധ്യകാലത്തെ വിശേഷിപ്പിക്കുന്നത് മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ഹിന്ദു ഹോളോകോസ്റ്റ് നടന്ന കാലമായിട്ടാണ്. ഹിന്ദുത്വവാദത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഹിന്ദുക്കൾ അനുഭവിച്ചതെന്ന് പറയപ്പെടുന്ന പീഡനങ്ങൾക്കും മാനസിക ആഘാതത്തിനും പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. സുപ്രിയ ഗാന്ധിയെ പോലെയുള്ള സ്കോളേഴ്സ് പറയുന്നത് മുസ്ലിം പള്ളികളും സ്മാരകങ്ങളും തകർക്കുക എന്ന പ്രവർത്തനം ഇക്കൂട്ടർ ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാരണം ഇതാണ് എന്നാണ്. എന്നാൽ ഈ മാനസികാഘാതത്തിന് ചരിത്രത്തിൻ്റെ പിന്തുണയില്ല എന്നും അത് ഭാവന മാത്രമാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നറേറ്റീവ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനമായി മാറുമെന്ന ബോധ്യത്തിൽ നിന്ന് കൂടിയാണ് ചരിത്രം വക്രീകരിക്കുന്നത്. മറ്റൊന്ന് ട്രോൾ ആർമിയാണ്. മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലെ അക്രമ സംഘങ്ങളായിട്ട് സംഘപരിവാർ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ട്രോൾ ആർമികളിലൂടെയും ഫേക്ക് പ്രൊഫൈലുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളെ ഇവർ യുദ്ധക്കളമാക്കുന്നത് നമുക്ക് കാണാം. ഇവർക്കെതിരായ ആളുകളെയും ആശയങ്ങളെയും അവർ നിരന്തരം അപമാനിക്കുകയും പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ ആക്രമണാത്മകമായിട്ട് പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് ക്രിസ്റ്റോഫ് ജെഫ്രലോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ജനകീയ പ്രസിദ്ധീകരണങ്ങളിലൂടെയും പൊതുജനങ്ങളോട് സംവദിക്കാൻ പല സ്കോളേഴ്സും മടിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ് എന്നുള്ളത് ഓഡ്രെ ട്രുഷ്കി എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അതിന് ഒരു കാരണം ഹിന്ദുത്വ വലതുപക്ഷത്തിൻ്റെ ഇത്തരം ട്രോൾ ആക്രമണങ്ങളും ഭീഷണികളും വ്യക്തിഹത്യകളുമാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതരുടെ എഴുത്തുകൾ അധികം വായനക്കാരില്ലാത്ത അക്കാദമിക പ്രസിദ്ധീകരണങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുവെന്നും ഓഡ്രെ ട്രുഷ്കി അഭിപ്രായപ്പെടുന്നുണ്ട്. ചിത്രലേഖ സുച്ചിയെ പോലെയുള്ള സ്കോളേഴ്സ് അക്കാദമിക ചരിത്രവും ജനപ്രിയ ചരിത്രവും തമ്മിലുള്ള വിടവ് നികത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആഹ്വാനം നൽകുന്നുണ്ട്. ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തെ തന്നെ നിരാകരിക്കുന്ന ഹിന്ദുത്വ വർഗീയവാദികളുമായി സംവാദത്തിലേർപ്പെട്ട് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇന്ത്യൻ ചരിത്രത്തെ ശാസ്ത്രീയമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ചരിത്ര പഠനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. വക്രീകരിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ചരിത്രത്തെ നോക്കിക്കാണേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായി ജെൻഡറിനെയും കാസ്റ്റിനെയും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് പോയിന്റ് എപ്പിസ്റ്റമോളജിയുമായി ബന്ധപ്പെട്ട ഇന്റർസെക്ഷനാലിറ്റിയുമായി ബന്ധപ്പെട്ട അപ്രോച്ചുകൾ ചരിത്ര പഠനത്തിൽ കൂടുതലായി ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിൽ മാത്രമേ പബ്ലിക് സ്ഫിയറുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രക്രിയകളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒപ്പം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നമ്മളിലുള്ള വലതുപക്ഷ ചിന്താഗതികളെ തിരുത്തേണ്ടതും ആവശ്യമാണ്. അങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് പ്രാധാന്യമുള്ള, മാനവികതയെ ചേർത്ത് പിടിക്കുന്ന, ഇൻക്ലൂസീവായ പൊതു ഇടങ്ങളെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ചരിത്ര പഠനം നമ്മളെ അതിന് തീർച്ചയായും സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.